നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വന്തം ജനതയ്ക്കെതിരെ രാസായുധ പ്രയോഗം പോലും നടത്തിയ ക്രൂരനായ ബാഷർ അൽ അസദിൽ നിന്ന് മോചനം ലഭിച്ചപ്പോൾ കഴിഞ്ഞ ഡിസംബർ 9 സിറിയൻ ജനത തെരുവിൽ ആനന്ദ നൃത്തമാടി. രാജ്യത്തിന്റെ ഇരുണ്ട കാലങ്ങൾക്ക് 53 വർഷങ്ങൾക്ക് മുൻപ് തുടക്കമിട്ട ബാഷർ അൽ അസദിന്റെ പിതാവ് ഫാഹിസ് അൽ അസദിന്റെ പ്രതിമ തകർത്ത് തെരുവിലിട്ട് അതിന്റെ തലയിൽ ചവിട്ടി നിന്ന് വിമതർ ഫോട്ടോ എടുത്തു. രാജ്യത്ത് തുടർന്നു വന്നിരുന്ന ആഭ്യന്തര കലാപം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഹയാത്ത് തഹ്രീൻ അൽ ഷാമിന്റെ നേതാവ് അഹമ്മദ് അൽ ഷാര എന്ന ജൊലാനി ഇടക്കാല പ്രസിഡന്റായി ഭരണമേറ്റെടുത്തപ്പോൾ രാജ്യം ഇനി സമാധാന പാതയിലേക്കെന്ന് കരുതി. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിരിച്ചെത്തി. പക്ഷേ മാസങ്ങൾക്കിപ്പുറം കൂട്ടക്കുരുതിയുടെ നിലവിളികൾ സിറിയൻ തെരുവിൽ നിന്ന് വീണ്ടും ഉയരുകയാണ്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്ന് 330 കിലോമീറ്റർ അകലെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ട ലതാക്കിയ. ഇവിടെ ആയുധധാരികളെത്തി അലവൈറ്റുകളെ തിരഞ്ഞു പിടിച്ച് കുട്ടികളടക്കമുള്ളവരെ കൊല്ലുകയായിരുന്നു. അസദ് സർക്കാർ വീണതിന് ശേഷമാണ് തീവ്ര സുന്നി സായുധധാരികൾ പ്രതികാര നടപടിയെന്നോണം രംഗത്ത് വരാൻ തുടങ്ങിയത്. പലരും രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. സിറിയയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഉള്ളവരുമുണ്ട്. ഇവർ അസദ് സർക്കാരിനെ പിന്തുണച്ചവരെ മാത്രമല്ല ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നും അലവൈറ്റുകളടക്കം സാധാരണക്കാരെയും കൃഷിക്കാരെയും ക്രിസ്ത്യൻ ഷിയ വിഭാഗത്തിൽപ്പെടുന്നവരെയുമെല്ലാം കൊന്നൊടുക്കിയെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു. ചെച്നിയ, ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ളവർ അക്രമത്തിന്റെ ഭാഗമായി എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ടെലഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. ചിലരെ ഒരുമിച്ച് നിർത്തി വെടിവെച്ച് കൊല്ലുന്നു, മറ്റു ചിലരെ തൂക്കിലേറ്റുന്നു, ചിലരെ വീട് ആക്രമിച്ചെത്തി വെടിവെക്കുന്നു. വീടിനുള്ളിൽ കൂട്ടിയിട്ട മൃതദേഹത്തിനു മുകളിൽ തോക്കേന്തിയ സായുധ സംഘം കാലുവെച്ച് നിൽക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും സിറിയയിലെങ്ങും പ്രചരിക്കുന്നു. റോഡുകളിലും വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമുള്ളിൽ ന്യൂനപക്ഷമായ അലവൈറ്റ്സുകൾ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റെടുക്കാൻ പോലും ആളില്ലാതെ മൃതദേഹങ്ങൾ അനാഥമായി. മുമ്പെങ്ങുമില്ലാത്ത വിധം അതികഠിനമായ ക്രൈസ്തവ വംശഹത്യയും ഇപ്പോൾ സിറിയയിൽ നടക്കുന്നു. ക്രിസ്ത്യാനികളും അലവൈറ്റുകളും ഉൾപ്പെടെ ആയിരങ്ങൾ ജീവനുവേണ്ടി മലമുകളിലേക്ക് ഒളിച്ചോടി. അങ്ങനെ മാർച്ച് 7 മുതൽ 10 വരെ നടന്ന കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യൻ അലാവി സമുദായക്കാരുടെ എണ്ണം 1800 കടന്നതായി യുദ്ധ നിരീക്ഷണ ഗ്രൂപ്പായ SOHR റിപ്പോർട്ട് ചെയ്തു. ഇതിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടും. ഒരുപക്ഷെ കുറഞ്ഞ കാലയളവിനുള്ളിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതി തന്നെയാണ് ഇത്. 4 ദിവസത്തിനിപ്പുറം ന്യൂനപക്ഷ വിഭാഗങ്ങളും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ താൽക്കാലികമായി അവസാനിച്ചുവെങ്കിലും സിറിയ പക്ഷേ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. അസദ് അനുകൂലിയായ ഒരു കുറ്റവാളിയെ തടങ്കലിലാക്കാനുള്ള പ്രവർത്തന നടപടികൾക്കിടെ അസദ് അനുകൂലികൾ പതിയിരുന്ന് നടത്തിയ ആക്രമണമാണ് മുമ്പെങ്ങുമില്ലാത്തത്ര വലിയ ക്രൈസ്തവ കൂട്ടക്കൊലയിലേക്കും അലാവി കൂട്ടക്കൊലയിലേക്കും വഴിതെളിയിച്ചത്. നേരത്തെ 15 ലക്ഷം ക്രൈസ്തവരുണ്ടായിരുന്ന സിറിയയിൽ ഇപ്പോൾ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം 3 ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമേ ഇപ്പോൾ രാജ്യത്ത് അവശേഷിക്കുന്നുള്ളൂ. ക്രൈസ്തവ ഭവനങ്ങളും പള്ളികളും കൊള്ളയടിച്ചും സെമിത്തേരികൾ നശിപ്പിച്ചും കുഞ്ഞുങ്ങളടക്കമുള്ളവരെ അതിക്രൂരമായി കശാപ്പ് ചെയ്തും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശാഖയായ HTS അതിഭീകര അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഷിയ മുസ്ലിങ്ങളായ അലാവികളായിരുന്നു അസദിന്റെ ഭരണകാലത്ത് ഉന്നത സർക്കാർ ജോലികളിൽ ഭൂരിഭാഗവും. എന്നാൽ നീണ്ട 24 വർഷത്തെ കിരാത ഭരണകാലത്ത് സിവിലിയന്മാർക്ക് നേരെ സരീൻ ഗ്യാസ് പോലുള്ള രാസായുധങ്ങൾ ഉപയോഗിച്ചതിലൂടെ ബാഷർ അൽ അസദ് കടുത്ത വിമർശനമാണ് ഏറ്റുവാങ്ങിയത്. ആയിരക്കണക്കിന് സിറിയക്കാർ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ, വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ടു. നിലവിൽ ഷിയ മുസ്ലിങ്ങളായ അലാവിക്കുകൾക്ക് എതിരായ പ്രതികാര കൊലകളും ക്രൈസ്തവർ കൂടുതലുള്ള ലതാക്കിയ മേഖലയിൽ ക്രൈസ്തവ വംശഹത്യ ലക്ഷ്യം വെച്ചുള്ള കൊലകളും വൻതോതിൽ നടക്കുന്നു. സിറിയയിലെ 3 പ്രധാന ക്രിസ്ത്യൻ സഭകളായ ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയക് ഓർത്തഡോക്സ്, മെൽക്കൈറ്റ്, ഗ്രീക്ക് കത്തോലിക്ക സഭകളുടെ ഗോത്രപിതാക്കന്മാർ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആക്രമത്തെയും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടിട്ടുള്ള കൂട്ടക്കൊലകളെയും അപലപിച്ച് സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. സൈനിക നടപടി അവസാനിപ്പിച്ചുവെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും തെരുവിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങൾ എടുക്കാൻ പോലും ആളുകൾ എത്തുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. വീടുകൾക്കിടയിലും ടെറസിന് മുകളിലും മൃതദേഹങ്ങളാണ്. സായുധ സംഘങ്ങൾ മൃതദേഹങ്ങൾ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അസദ് ഭരണകാലത്ത് സിറിയയിലെ ഭൂരിപക്ഷ സുന്നി വിഭാഗങ്ങൾ വലിയ മനുഷ്യക്കുരുതിയെയാണ് നേരിട്ടത്. അസദിന്റെ കീഴിലുണ്ടായിരുന്ന അലവൈറ്റ് സെക്യൂരിറ്റി ഫോഴ്സസ് അംഗങ്ങൾ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്തതായി തെളിവുകളും പുറത്തുവന്നിരുന്നു.
ഇതാണ് ഷിയ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് അലവൈറ്റുകൾക്കെതിരെയും പ്രതികാരം ചെയ്യാൻ തീവ്ര സുന്നി സായുധ സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. 1963 ഒരു അട്ടിമറിയിലൂടെയാണ് അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി സിറിയയിൽ അധികാരത്തിൽ വരുന്നത്. 1971 മാർച്ചിൽ ജനറൽ ഹഫീസ് അൽ അസദ് ബാത്തിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു. സിറിയയിൽ ദീർഘകാലമായി വിവേചനം അനുഭവിച്ചിരുന്ന ഷിയ ന്യൂനപക്ഷമായ അലവൈറ്റ്സ് വിഭാഗത്തിൽ നിന്നുള്ളയാളായിരുന്നു ഹഫീസ് അൽ അസദ്. എന്നാൽ സിറിയയാകട്ടെ സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു. 1973 ജനുവരി 31 ഹഫീസ് അൽ അസദ് പുതിയ ഭരണഘടന കൊണ്ടുവന്നു. ഇതിലെ വ്യവസ്ഥകൾ പലതും ജനങ്ങളിൽ വലിയ എതിർപ്പുണ്ടാക്കി. മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള പാർട്ടികൾ പ്രതിഷേധമുയർത്തി. 1976, 1982 കാലഘട്ടത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ കലാപങ്ങൾ ഭരണകൂടം അടിച്ചമർത്തി. 1982 ഫെബ്രുവരിയിൽ ഹമാ നഗരത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ പ്രക്ഷോഭം സൈന്യത്തെ ഉപയോഗിച്ച് മൃഗീയമായി തന്നെ ഹഫീസ് അൽ അസദ് അടിച്ചമർത്തി. 25,000-ലധികം ആളുകളെയാണ് അന്ന് സിറിയൻ സൈന്യം കൊലപ്പെടുത്തിയത്. അധികം താമസിയാതെ ബാത്ത് പാർട്ടി വെറും റബ്ബർ സ്റ്റാമ്പായി മാറി. അധികാരം അസദ് കുടുംബത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഉയർന്ന വിയോജിപ്പുകളെയെല്ലാം അസദ് സായുധ സേനയെ ഉപയോഗിച്ച് അടിച്ചമർത്തി. കടുത്ത സെൻസർഷിപ്പ്, കൂട്ടക്കൊലകൾ, നിർബന്ധിത നാടുകടത്തൽ, സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിട്ട പീഡനം എന്നിങ്ങനെ ഭരണകൂട ഭീകരതയുടെ എല്ലാ രീതികളും ഉപയോഗിച്ച് ഹഫീസ് അൽ അസദ് 3 പതിറ്റാണ്ട് സിറിയ ഭരിച്ചു. 2000-ലാണ് ആ ഭരണത്തിന് അന്ത്യമായത്. ഇതോടെ സിറിയയിൽ ഒരു ഭരണമാറ്റം നടന്നു. ഹഫീസ് അൽ അസദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായി. പക്ഷേ പിതാവിന്റെ പിന്തുടർച്ചാവകാശിയായി വന്ന അസദ് രാജ്യത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൂടുതൽ താറുമാറാവുകയാണ് ചെയ്തത്. ആഭ്യന്തര യുദ്ധം കൊണ്ട് ഛിന്നഭിന്നമായ രാജ്യത്തെ അധികാരം നിലനിർത്താനുള്ള അസദിന്റെ ക്രൂരമായ നടപടികൾ ജനങ്ങൾക്ക് മേൽ സമ്മർദ്ദമേറ്റി. ജനപ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നിഷ്കരുണം അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ പ്രതിഷേധങ്ങളുടെ രീതി മാറി. പ്രതിഷേധങ്ങളും കലാപങ്ങളും ആഭ്യന്തര യുദ്ധമായി മാറി. ബഷർ അൽ അസദിന്റെ ഭരണകാലത്ത് രൂക്ഷമായ അസ്വസ്ഥതകളാണ് രാജ്യത്ത് നിലനിന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽ ഷാര എന്ന ജൊലാനിയുടെയും മറ്റ് വിമത സംഘങ്ങളുടെയും പിൻബലത്തിൽ ഹയാത്ത് തഹ്രീൻ അൽ ഷാം HTS ബാഷർ അൽ അസദിനെ താഴെയിറക്കുകയായിരുന്നു. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ഥാപകൻ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ വലംകൈയാണ് ജലാനി. 2001 സെപ്റ്റംബർ 11 അൽ ഖായിദ ഭീകരരുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ ആകർഷനായി ഭീകര പ്രവർത്തനങ്ങളിലേക്ക് വന്ന ജൊലാനി ആദ്യം അൽ ഖൈദയുടെ പ്രധാനിയായി മാറിയിരുന്നു. സിറിയയിൽ അൽ നുസ്ര എന്ന പേരിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2019 US അബൂബക്കർ അൽ ബഗ്ദാദിയെ വധിച്ചുവെങ്കിലും ജൊലാനിയുടെ സംഘം നിലനിന്നു. ഇതാണ് പിന്നീട് ഇന്നത്തെ HTS ആയി മാറിയത്. അസദിന്റെ മനുഷ്യക്കുരുതിയിൽ സിറിയ മുഴുവൻ വെന്തുരുകിയപ്പോൾ സാഹചര്യം നോക്കിയിരിക്കുകയായിരുന്നു HTSും ജൊലാനിയും. അവസരം വന്നപ്പോൾ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുത്തു. ബാഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം താൽക്കാലികമായി അടങ്ങിയ ചോരപ്പുഴ അപ്രതീക്ഷിതമായി പൂർവാധികം ശക്തിയോടെ സിറിയയുടെ തെരുവുകളെ മുക്കുന്ന കാഴ്ചയാണ് മാർച്ച് 8 മുതൽ ലോകം കാണുന്നത്. 4 ദിവസത്തിനിടെ 1800 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ 1000-ഓളം ആൾക്കാരും സാധാരണക്കാരാണ്. ഇതോടെ സിറിയയിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വഷളാവുമെന്ന് കണ്ടതോടെ സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതായി കഴിഞ്ഞ ദിവസം ജൊലാനി ഭരണകൂടം അറിയിച്ചു. പക്ഷേ ഏതു നിമിഷവും തങ്ങൾ കൊല്ലപ്പെടാമെന്ന ഭീതിയിലാണ് ന്യൂനപക്ഷങ്ങൾ. ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണ്. വടക്കൻ ലെബനനിലെ അക്കർ മേഖലയിൽപ്പെട്ട വിവിധ ഗ്രാമങ്ങളിലായി 6078 പേർ അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ട് എന്നാണ് UN റെഫ്യൂജി ഏജൻസി പുറത്തുവിട്ട വിവരം. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ കാലത്ത് ഏകദേശം 75,50,000 രജിസ്റ്റേർഡ് അഭയാർത്ഥികൾ ലെബനനിലേക്ക് എത്തിയിരുന്നു. ആയിരക്കണക്കിന് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അഭയാർത്ഥികൾ വേറെയും. എന്നാൽ ബാഷർ അൽ അസദ് സർക്കാർ വീണ ശേഷം സിറിയയിലേക്ക് വൻതോതിൽ തിരിച്ചുപോക്കുണ്ടായി. ആ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസത്തിനകം വീണ്ടും ലെബനനിലേക്ക് എത്തുന്നത്. ഇതേസമയം വടക്ക് കിഴക്കൻ സിറിയയിലെ കുർദ് സ്വയംഭരണ പ്രദേശമായ റൊജാവ സിറിയൻ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകുമെന്ന് പറയുന്നു. കുർദ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സൈന്യമായ SDFന്റെ മേധാവിയായ മസ്ലൂം ആബ്ദിയും സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽ ഷറയും ഇന്നലെ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. കുർദുകളുടെ സൈന്യവും സിവിൽ സംവിധാനങ്ങളും ഇനി മുതൽ സിറിയൻ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് കരാർ പറയുന്നു. റൊജാവയിലെ എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളും
ക്വാമിഷ്ലി അന്താരാഷ്ട്ര വിമാനത്താവളവും പെട്രോളിയം, പ്രകൃതിവാതക പാടകങ്ങൾ എന്നിവയെല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട്. കുർദുകൾ സിറിയയിലെ തദ്ദേശീയ ജനതയാണെന്നും പൗരത്വവും ഭരണഘടനാപരമായ അവകാശങ്ങളും അവർക്കുമുണ്ട് എന്നുമാണ് കരാറിൽ പറയുന്നത്. 1,00,000 അംഗങ്ങളുള്ള SDF കൂടി എത്തുന്നതോടെ സിറിയൻ സൈന്യത്തിന്റെ ശക്തി വൻതോതിൽ വർദ്ധിക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.